മായാസ് ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ മഞ്ഞളിന് വളമിടുന്നതാണ് കേട്ടോ. ഞാനിതൊരു 2 മാസം മുന്നേ നട്ട മഞ്ഞളാണ്. ഇപ്പോൾ ഇതിനകത്ത് നല്ല പോലെ പുല്ല് കയറി കിടക്കുന്നുണ്ട്. ഞാൻ ഒരു പ്രാവശ്യം ഇതിൽ നിന്ന് പുല്ലൊക്കെ പറിച്ച് കളഞ്ഞതാണ് കേട്ടോ. മഴയായതുകൊണ്ട് നല്ല രീതിയിൽ പുല്ല് വളരുന്നുണ്ട്. പിന്നെ ഞാനിതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ചാരം മാത്രമാണ്. ചാരം മാത്രം ഉപയോഗിച്ചിട്ടാണ് ഇത് നട്ടത്. ഇനി കോഴിവളം ഇട്ട് കൊടുക്കണം. കോഴിവളം ഞാൻ ഫാമിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. ഇവിടെ എല്ലാത്തരം വിളകൾക്കും ഞാൻ കോഴിവളമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിപ്പം ഒരല്പം നനഞ്ഞിരിക്കുന്നുണ്ട്, എന്നാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം. കോഴിവളം ഉപയോഗിക്കുന്നത് രാസവളം ഉപയോഗിക്കുന്നതിനേക്കാൾ ഒത്തിരി നല്ലതാണ് കേട്ടോ. നല്ല രീതിയിൽ വിളവും കിട്ടും. അതുപോലെ കോഴിവളം ഇതുപോലെ ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുക്കരുത്. ഇതിപ്പം മഴക്കാലമാണ്, അതുപോലെ മഴക്കാറുണ്ട്. ഇപ്പം എന്തായാലും മഴ പെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചോട്ടിക്കിടയ്ക്ക് ഇട്ട് കൊടുക്കുന്നത്. മഴക്കാലമല്ല, വേനൽക്കാലത്താണെങ്കിൽ നമ്മൾ ചോട്ടിൽ നിന്നും കുറച്ച് അകത്തി മാറ്റിയിടണം. അതുപോലെ നല്ലപോലെ നനച്ചും കൊടുക്കണം. അതിനുശേഷം മണ്ണ് വെട്ടിയിട്ട ശേഷം ഒന്നുകിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ നല്ല മഴയാണെങ്കിൽ നമുക്കത് നല്ല പോലെ തന്നെ വരും. ചൂടും കൊണ്ട് ഇത് കരിഞ്ഞു പോവുക അല്ലെങ്കിൽ വാടിപ്പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് കോഴിവളത്തിന് ചൂടുള്ളത് കൊണ്ടാണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. എനിക്കിപ്പം ഇനി മണ്ണ് വെട്ടിയിടണം. മണ്ണാണെങ്കിൽ വെട്ടിയിടാൻ ഇവിടെ കുറവാണ്, കാരണം അടുപ്പിച്ചടുപ്പിച്ച് ഓരോ സാധനങ്ങളൊക്കെ നിൽക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടാണ്. എന്നാലും വെട്ടിയിട്ട് കൊടുക്കണം. ഇത് ഞാൻ മുറ്റത്തിൻ്റെ 2-3 സൈഡിലായിട്ടാണ് കേട്ടോ മഞ്ഞൾ നട്ടിരിക്കുന്നത്. ഇത് ലാസ്റ്റ് നട്ടതാണിത്. ഇത് നട്ടിട്ട് 1 മാസമൊക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ എല്ലാ മഞ്ഞളും നടുമ്പോൾ ഞാൻ ഇതാണ് ചാരാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി വേറൊരു വളം ഇട്ട് കൊടുക്കുന്നില്ല. ഈ കോഴിവളം മാത്രമാണ് ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇത് പ്രതിഭ ഇനത്തിൽപ്പെട്ട മഞ്ഞളാണ്. ഇത് ഹൈബ്രിഡുമാണ്, നാടനല്ല. അപ്പോൾ അതുകൊണ്ട് ഇത് നല്ല പോലെ ഉയരം വയ്ക്കുകയും നല്ല വിളവ് കിട്ടുകയും ഒക്കെ ചെയ്യും. അപ്പോൾ എന്തായാലും എനിക്ക് മണ്ണ് തന്നെയാണ് പ്രശ്നം. മണ്ണ് ഒരു തരത്തിലൊക്കെ വെട്ടിയൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ല വിളവ് കിട്ടുമെന്നൊക്കെ ഞാൻ വിചാരിക്കുന്നു. കാരണം എനിക്ക് നല്ല പോലെ വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ വിളവ് കിട്ടും.